വയനാട് തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. രാവിലെ 11 മണിക്ക് മലപ്പുഴ പദ്ധതി പ്രദേശത്താണ് ചടങ്ങ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാത ഇന്ത്യയിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെ ട്വിൻ ട്യൂബ് ടണലാണ്. താമരശ്ശേരി ചുരം കയറാതെ വയനാട്ടിലെത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. MS അനീഷ് കുമാർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, വളരെ പ്രത്യേകതയുള്ള, വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തുരങ്കപാതയാണ്. 11 മണിക്കാണ് ഉദ്ഘാടനം മനസ്സിലാക്കുന്നു. അവിടത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് അനീഷ്? എൽദോ, മലബാറിന്റെ വികസന രംഗത്ത് ഏറ്റവും വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന ഒരു തുരങ്കപാതയാണ്, അല്ലെങ്കിൽ വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വാതായനം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നടക്കം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ടണലാണ്. നമുക്ക് കാണാം, ഒരു വിസ്തൃതമായ ഭൂപ്രദേശം ഇതിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു. 4 വരിയാണ് ഈ തുരങ്കപാത ആയി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഭൂപ്രദേശമാകെ കൃത്യമായ ഒരു തുരങ്കത്തിന് സജ്ജമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പാരിസ്ഥിതിക അനുമതി അടക്കം ലഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് നീങ്ങുകയും ചെയ്ത്. നമുക്കൊപ്പം ശ്രീ KP പുരുഷോത്തമനുണ്ട്. സാർ, താങ്കൾ ഒരുപാട് വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്ത ഒരു ആൾ കൂടിയാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു ടണലിന്റെ ഒരു പ്രത്യേകത എന്താണ്? എത്ര അനുകൂലമാണ് ഇവിടുത്തെ ഘടകങ്ങൾ? അതെ, തീർച്ചയായിട്ടും ഞാൻ ടണലുകൾ ചെയ്തിരുന്നത് ഹിമാലയൻ റീജിയനിലായിരുന്നു. ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു ജിയോളജി ഉള്ള സ്ഥലമാണ്. ടണലിനെ സംബന്ധിച്ചിടത്തോളം വീക്ക് ജിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോയിൽ ഒരു ഘടന, പാറയുടെ ഘടന വളരെ വീക്ക്, അതായത് സോയിൽ എൻകൗണ്ടർ ചെയ്യുന്നു. അതിന് പുറമെ അതിൻ്റെ കൂടെ വെള്ളവും അത് ചാർജ് ചെയ്ത് വരികയാണെങ്കിൽ ടണലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ജിയോ ഫിസിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള റോക്കിന്റെ ഘടന ചാർണോക്കേറ്റ് എന്ന് പറയുന്ന റോക്കാണ്. അത് വളരെ നല്ല ഉറപ്പുള്ള ഒരു റോക്കാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ടണലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴാണ് ഒരു ജിയോളജിക്കൽ ഒരു സർപ്രൈസ് വരുന്നത് നമുക്ക് തീർച്ചയായിട്ട് വളരെ മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വർക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാറുള്ളൂ. ഈ ഒരു ഓസ്ട്രിയൻ ടെക്നോളജി അല്ലേ, ഏതാണ്, എങ്ങനെയാണ് ഒരു തുരങ്കം നിർമ്മിക്കുന്ന ഒരു? അതെ, ഇന്ന് ന്യൂ ഓസ്ട്രിയൻ ടെക്നോളജി മുഖാന്തരമാണ് നമ്മൾ ഈ ടണലിംഗ് ചെയ്യുന്നത്. അത് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണലിൽ, ചില ടണലുകളിൽ നമ്മുടെ സോയിൽ കണ്ടീഷൻ വേരിയിങ് സോയിൽ, അതായത് മാറി മാറിയുള്ള സോയിൽ കണ്ടീഷൻ ആയിരിക്കും. ചില സ്ഥലത്ത് വളരെ വീക്ക് സോയിൽ ആയിരിക്കും, ചിലപ്പോൾ ഹാർഡ് റോക്ക് ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. അല്ല എന്നുണ്ടെങ്കിലും ഈ മെത്തഡോളജി ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഫിലോസഫി. ഇതിന്റെ ഫിലോസഫി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു റോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പെരിഫറി, എക്സ്പോസ്ഡ് പെരിഫറി, അതിനെ തന്നെ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് മാറ്റുകയാണ്. അതിന് ഷോർട്ട് ക്രീറ്റ് ചെയ്യുന്നു, അതിന് റോക്ക് ബോൾട്ട് ചെയ്യുന്നു, അത് തന്നെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. അങ്ങനെ അത് സപ്പോർട്ടിംഗ് സിസ്റ്റം, അതിനുശേഷം ആണ് നമ്മൾ അടുത്ത സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മളൊരു കോൺക്രീറ്റ് ലൈനിങ് കൂടെ ചെയ്യുന്നതായിരിക്കും. അതായിരിക്കും അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം. അതാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തഡോളജി. എന്തായാലും അങ്ങേയറ്റം സുരക്ഷിതമായ രീതിയിൽ ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ് ഹിമാലയത്തിൽ അടക്കം അടൽ ടണലൊക്കെ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ശ്രീ KP പുരുഷോത്തമൻ. അദ്ദേഹം തന്നെ പറയുന്നു, ഹിമാലയത്തിനേക്കാൾ സുരക്ഷിതമായ രീതിയിലുള്ളൊരു ടണൽ നിർമ്മാണമാണ് ഇപ്പോൾ വയനാടിന് വേണ്ടി നടക്കാൻ പോവുക. അത് അങ്ങേയറ്റം സുരക്ഷിതമാണ്. ഒപ്പം ഈ യാത്രാ രംഗത്ത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പ്രത്യേക സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വെച്ചാണ് ആളുകൾ ഈ ഒരു ടണൽ സൈറ്റിലേക്ക് പോകുന്നത്. അവിടെയാണ് ആദ്യ സ്ഫോടനം നടക്കാൻ പോകുന്നത്. 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ നടപടിക്രമം ഉദ്ഘാടനം ചെയ്യുന്നത്. വയനാട് ജില്ലയിലാണ് ഇതിന്റെ അടുത്ത ഭാഗം. ഈ കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ സ്വർഗംകുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും കള്ളാടി ഭാഗത്തേക്കാണ് ഈ തുരങ്കം പോകുന്നത്. അവിടെ കൂടുതൽ മണ്ണും മറ്റുമൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ പിന്നീടാണ് നടക്കുകയും ചെയ്യുന്നത്. രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ ഒരു ഏജൻസിയായ, അല്ലെങ്കിൽ കൊങ്കൺ റെയിൽപാതയൊക്കെ ഏറ്റവും സുഭദ്രമായി കിലോമീറ്ററുകളോളം നീളുന്ന കൊങ്കൺ റെയിൽപാത നിർമ്മിച്ച കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഈ വലിയ പദ്ധതിയുടെ നിർമ്മാണ ചുമതല നടക്കുന്നത്. എന്തായാലും വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 8.73 കിലോമീറ്റർ ദൂരമാണ് ഈ തുരങ്കപാത. 2134.5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഇതുവരെയുള്ള പദ്ധതികളിൽ ഏറ്റവും ബൃഹത്തായ ഒരു തുരങ്കപാത പദ്ധതി കൂടിയാണ് ഇത്. എൽദോ, ബൃഹത്തായിട്ടുള്ള തുരങ്കപാത പദ്ധതിക്ക് അവിടെ ഇതാ നന്ദി കുറിക്കുകയാണ്. MS അനീഷ് കുമാറാണ് ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.